നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പ്രോനൗണിനെ പറ്റിയിട്ടാണ്. പ്രോനൗൺ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺ, നൗണിന് പകരം യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാമു സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വന്നു, രാമു കടയിലോട്ട് പോയി, രാമു ട്യൂഷന് പോയി. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ രാമു എന്നത് നൗണാണ്. ഈ നൗൺ നമ്മൾ റെപ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോനൗൺ എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ, നൗണിന് പകരം. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ നൗണിൻ്റെ റെപ്പറ്റീഷൻ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ നൗണിൻ്റെ റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ നമുക്ക് സിംഗുലറിൽ പ്ലൂറൽ ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റും. സിംഗുലർ മീൻസ് ഓൺലി വൺ പേഴ്സൺ ആൻഡ് പ്ലൂറൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോനൗണിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ, സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ ആൻഡ് തേർഡ് പേഴ്സൺ പ്രോനൗൺ. അപ്പോൾ ഈ ഒരു മൂന്ന് തരത്തിൽ നമ്മൾ പ്രോനൗണിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണിൽ സിംഗുലർ ടേമിൽ വരുന്നതാണ് ഐ, മീ, ഞാൻ എന്നുള്ള ഇതിൽ. അതിൻ്റെ പ്ലൂറൽ ഫോം വരുമ്പോൾ വി, ആസ്, ഞങ്ങൾ എന്നുള്ള ഇതിലാവും. ഇനി സെക്കൻഡ് പേഴ്സൺ പ്രോനൗണിൽ വരുമ്പം സിംഗുലർ ടേമിൽ യു, യുവർ, നീ, നിങ്ങൾ. അതിൻ്റെ പ്ലൂറൽ ഫോമും യു ഇറ്റ് സെൽഫ്. ഓക്കെ, യു തന്നെയാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് വരുന്നത് തേർഡ് പേഴ്സൺ പ്രോനൗൺ ആണ്. അതിൽ വരുന്നതാണ് ഹി, ഷീ, ഇറ്റ്, ഹെർ, ഹിസ്. അതായത് അവൻ, അവൾ, അത്, അവളുടെ, അവൻ്റെ എന്നൊക്കെ വരുന്നതിനാണ് നമ്മൾ സിംഗുലർ ടേമിൽ തേർഡ് പേഴ്സൺ പ്രോനൗൺ എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലൂറൽ ടേം വരുമ്പോൾ ദേ, ദം, ദെയർ, അവരുടെ എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്.